Welcome you all to this video. In this video, we are going to discuss about the remaining two terms which we have just mentioned in our previous video under the definition of free consent, which are misrepresentation and mistake. First of all, we go through the term misrepresentation. Before going to understand the term misrepresentation, let us understand the term representation. What is representation? It is a statement or assertion made by one party to the other, either before or at the time of contract, regarding some matters relating to the contract. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്തോ അതിന് മുമ്പായിട്ടോ ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊരു പാർട്ടി മറ്റൊരു പാർട്ടിയോട് നടത്തുന്ന ഏതൊരു പ്രസ്താവനയും എന്താണ്? റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാളുടെ വീട് വെക്കുന്ന സമയത്ത് അയാളുടെ വീടിനെ കുറിച്ച്, അതിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ച്, ആ പ്ലോട്ടിനെ കുറിച്ചൊക്കെ അയാൾ സംസാരിക്കുന്നത്, അയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? റെപ്രസെൻറ്റേഷനാണ്. വെൻ എ റെപ്രസെൻറ്റേഷൻ ഈസ് റോങ്ലി മെയ്ഡ്, ഇറ്റ് ഈസ് കോൾഡ് misrepresentation. So, misrepresentation is an untrue statement or false statement made by the parties while entering into a contract. You know, misrepresentation may be either innocent or fraudulent. The fraudulent misrepresentation is known as fraud, which we have already learned. Here we are going to discuss about the innocent misrepresentation, which is simply known as misrepresentation. It is a false statement which a person who makes it honestly believes it to be true, or he does not know that it is false. ഒരു കാര്യം ഒരാൾ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അയാൾക്ക് അറിയാതെ വളരെ ഇന്നസെൻ്റായിട്ട് ഹോണസ്റ്റായിട്ട് ഒരാൾ നടത്തുന്ന ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. It is defined under Section 18 of Indian Contract Act, which defines misrepresentation as misrepresentation means and includes the positive assertion in a manner not warranted by the information of the person making it, or that which is not true though he believes it to be true. ശരിയല്ലാത്ത ഒരു കാര്യം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തി നടത്തുന്ന പോസിറ്റീവ് അസേർഷൻ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി which without an intent to deceive gains an advantage to the person committing it, or anyone claiming under him by misleading another to his prejudice or to the prejudice of anyone claiming under him. മറ്റൊരാളെ ഡിസീവ് ചെയ്യണം, പറ്റിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഇല്ലാതെ ഒരാൾ നടത്തുന്ന ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയിൽ നടത്തുന്ന ഒരു ലംഘനമാണിത്. Then causing however innocently a party to an agreement to make a mistake as to substance of a thing which is the subject of the agreement. ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാർട്ടിയെ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നതിലേക്ക് നയിക്കുന്ന, ഇൻഡ്യൂസ് ചെയ്യുന്ന ഒന്നാണിത്. എസെൻഷ്യൽസ് ഓർ റിക്വയർമെൻറ്റ്സ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിതൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ പാർട്ടി. മറ്റേ പാർട്ടിയെ ഡിസീവ് ചെയ്യണം, പറ്റിക്കണമെന്നോ അയാൾക്കെതിരെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലാതെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും ഇത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അയാളുടെ ഫാം വൈക്ക് വിൽക്കുന്ന സമയത്ത് വൈയോട് പറയുകയാണ്, ഈ ഒരു ഫാമിൽ നിന്നും ഏകദേശം ഒരു 200 ക്വിൻ്റൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അത് വിശ്വസിക്കുന്നത്, അങ്ങനെ ഉണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെ അല്ലായിരുന്നു, ഒരു 150 ക്വിൻ്റലൊക്കെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന ഇന്നസെൻ്റായിട്ട് നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷനാണ്. ദെൻ ഇറ്റ് മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ മെറ്റീരിയൽ ഫാക്ട്. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു മെറ്റീരിയൽ ഫാക്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രസക്തിയുള്ള ഒരു കാര്യവുമായിട്ടായിരിക്കണം ഈ റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടുള്ളത്. അല്ലാതെ അതുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഒരു മിസ്റെപ്രസെൻറ്റേഷനായിട്ട് ട്രീറ്റ് ചെയ്യില്ല. ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി റോങ്. റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് റോങ് ആകുമ്പോഴാണ് എന്താവുന്നത്? മിസ്റെപ്രസെൻറ്റേഷൻ ആവുന്നത്. അത് ഇന്നസെൻറ്റും കൂടെ ആയിരിക്കണം എന്ന് മാത്രം. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഇൻഡ്യൂസിങ് ദ അതർ പാർട്ടി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. മറ്റേ പാർട്ടിയെ ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെന്ന് ഉള്ളൊരു ഉദ്ദേശത്തോടു കൂടി, അങ്ങനെ അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കണം ഇത്.
ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ച് മറ്റേയാൾ ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നടത്തുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് മിസ്റെപ്രസെൻറ്റേഷൻ. ഒരു മിസ്റെപ്രസെൻറ്റേഷനിലൂടെ ഉണ്ടായിട്ടുള്ളൊരു കോൺട്രാക്റ്റിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും നോക്കാം. ദ അഗ്രീവ്ഡ് പാർട്ടി മേ റിസൈൻ ദ കോൺട്രാക്റ്റ് ഓർ മേ ആക്സെപ്റ്റ് ദ കോൺട്രാക്റ്റ്. അഗ്രീവ്ഡ് പാർട്ടിക്ക് വേണമെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം. Difference between misrepresentation and fraud. In the case of misrepresentation, there is no intention to deceive the other party. But in the case of fraud, there is an intention to deceive the other party. Here, making the wrong statement believes it to be true. ശരിയാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. മേക്കിംഗ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഡസൻറ്റ് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. ശരിയാണെന്ന് വിശ്വസിക്കാതെ തന്നെയാണ് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. Here, in the case of misrepresentation, the aggrieved party can resign the contract but cannot claim the damage. Aggrieved പാർട്ടിക്ക് കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഡാമേജിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നഷ്ടപരിഹാരം ചോദിക്കാൻ പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രോഡ്, ദ പാർട്ടി ക്യാൻ റിസൈൻ ദ കോൺട്രാക്റ്റ് ആൻഡ് ക്യാൻ ക്ലെയിം ദ ഡാമേജ്. റിസൈൻ ചെയ്യുകയും ചെയ്യാൻ പറ്റും, ഡാമേജ് ക്ലെയിം ചെയ്യാനും പറ്റും. ഹിയർ ഇറ്റ് ഈസ് മെയ്ഡ് വിതൗട്ട് ദ നോളജ് ഓഫ് ഫാക്ട്. വസ്തുത എന്തെന്ന് അറിയാതെ ചെയ്തു പോകുന്നതാണ്. ബട്ട് ഹിയർ ഹാവ് ദ ഫുൾ നോളജ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ശരിയല്ല എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടെന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ, the aggrieved party cannot avoid the contract if he had the way to discover the truth with ordinary diligence. ഒരു സാധാരണ ഒരു ജാഗ്രത ഒക്കെ പുലർത്തി കഴിഞ്ഞാൽ, അത്യാവശ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ കണ്ടെത്താൻ പറ്റുമായിരുന്നുവെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കോൺട്രാക്റ്റ് മറ്റേ പാർട്ടിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അതായത് റിസൈൻ ചെയ്യാൻ പറ്റില്ല. ഇത്തിരി ശ്രദ്ധയോടുകൂടി നോക്കാമായിരുന്നു എന്നുള്ളൊരു അസംഷൻ്റെ ബേസിലാണത്. But in the case of fraud, the contract is voidable at the option of the aggrieved party, even though it had the means of discovering the truth by ordinary diligence. ഒരു സാധാരണ നോട്ടം കൊണ്ട് തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ കൂടിയും ഫ്രോഡ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോൺട്രാക്റ്റ് പിന്നെ അസാധുവാക്കാൻ സാധിക്കും, വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. Then let us understand the last item, mistake. It implies a wrong belief or erroneous belief about the existence of certain facts, goods or subject matter to an agreement. ഒരു എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തെറ്റായിട്ട് അതിലുള്ള പാർട്ടീസ് മനസ്സിലാക്കുന്ന, വിശ്വസിക്കുന്ന ഒരവസ്ഥയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉപയോഗിച്ച ലാംഗ്വേജിനെ കുറിച്ച് ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്ങിൽ രണ്ട് കൂട്ടരും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തില്ല എന്നാണ് അർത്ഥം, കോൺസെൻസസ് ആഡ് ഇടയില്ല എന്നാണ് അർത്ഥം. അവിടെ പ്രോപ്പർ കൺസെൻറ്റ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോൺസെൻസസ് ആഡ് ഇടയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കൺസെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റ് എന്തായിരിക്കും, ഇൻവാലിഡ് ആയിരിക്കും, വോയിഡ് ആയിരിക്കും. Let us understand the different types of mistake, which is mainly classified into two: mistake of law and mistake of fact. The mistake of law is further classified into two: mistake as to Indian law and mistake as to foreign law. And the mistake of fact is also classified into two: bilateral mistake and unilateral mistake. Let us understand these mistakes in detail. The first one is mistake as to Indian law. ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ത്യൻ ലോയിലുള്ള അറിവില്ലായ്മ മൂലം സംഭവിച്ചു പോയിട്ടുള്ള ഒന്നാണിതെന്നും പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ നിന്നും അതിൻ്റെ ഓബ്ലിഗേഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും, അതിൽ ഓബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കും. ദെൻ മിസ്റ്റേക്ക് ആസ് ടു ഫോറിൻ ലോ. ദ മാക്സിം ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. അറിവില്ലായ്മ, നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ള മാക്സിമാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. അത് എവിടെ അപ്ലിക്കബിൾ അല്ല, ഫോറിൻ ലോ പ്രകാരമുള്ള മിസ്റ്റേക്കിൽ അപ്ലിക്കബിൾ അല്ല.
അതായത് ഏതൊരു വ്യക്തിക്കും എല്ലാ രാജ്യത്തെക്കുറിച്ചും എല്ലാ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ ലോയിലുള്ള അറിവില്ലായ്മ മൂലം ഒരു കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയിരിക്കും. അതിൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദെൻ ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ഇവിടെ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കോൺട്രാക്റ്റിൽ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് രണ്ടാൾക്കും തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് ബൈലാറ്ററൽ ആണെന്ന് പറയണമെങ്കിൽ ഒരു 3 കാര്യങ്ങൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്ന്, ദ മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ. രണ്ട് കൂട്ടർക്ക് എന്ത് സംഭവിച്ചിരിക്കണം? മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എൻ്റെ കാറ് വാങ്ങിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡിസ്കഷൻ. അപ്പോൾ ഇവരിത് ഗ്യാരേജിൽ കിടക്കുന്ന ഒരു വണ്ടീനെ സംബന്ധിച്ചാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഗ്യാരേജ് കത്തി നശിക്കുകയും കാറൊക്കെ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരിത് അറിയുന്നില്ല. അപ്പോൾ രണ്ട് കൂട്ടർക്കും അവിടെ മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്ന മിസ്റ്റേക്ക് ആവുക അത് പിന്നീട് ഫോൾസ് ആയിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനും കൂടെ സാധിക്കുകയാണെങ്കിൽ അത് ബൈലാറ്ററൽ മിസ്റ്റേക്കായിട്ട് വരും. അതുപോലെ തന്നെ എന്തും കൂടെ ഉണ്ടായിരിക്കണം, മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് ആൻഡ് നോട്ട് ഓഫ് ലോ. അവിടെ ആ ഒരു ഫാക്ടിന്മേലായിരിക്കണം മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവേണ്ടത്. അല്ലാതെ രണ്ട് കൂട്ടർക്കും ലോ അറിയാത്തത് കൊണ്ട് സംഭവിച്ച മിസ്റ്റേക്ക് ആവാൻ പാടില്ല. അത് മിസ്റ്റേക്ക് ഓഫ് ലോയിലാണ് വരിക. Then a mistake must relate to a fact which must be essential to the agreement. ആ ഒരു എഗ്രിമെൻറ്റിന് ഏറ്റവും അത്യാവശ്യമുള്ള വസ്തുത എന്താണോ അതിന്മേലായിരിക്കണം മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവേണ്ടത്. ഇപ്പോൾ നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞൊരു എക്സാമ്പിൾ, അവിടെ കാറ് ആണ് അവിടുത്തെ സബ്ജക്റ്റ് മാറ്റർ. ആ കാറിൽ സംബന്ധിച്ച് അവർ കരാറിൽ ഏർപ്പെടുന്ന സമയത്തും അവിടെ എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്? അതവിടെ കത്തി നശിച്ചു, അതവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു മിസ്റ്റേക്ക് അവർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടൊരു മിസ്റ്റേക്ക് ആയിരിക്കണം, അപ്പോഴേ അത് ബൈലാറ്ററൽ ആവുള്ളൂ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് രണ്ട് വിധത്തിലാണുള്ളത്. മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്റർ ആൻഡ് മിസ്റ്റേക്ക് ആസ് ടു പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ആദ്യം നമുക്ക് മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിനെ ബേസ് ചെയ്തിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മിസ്റ്റേക്സ് റിഗാർഡിംഗ് ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുണ്ടാകുന്ന മിസ്റ്റേക്ക്. അത് ബൈലാറ്ററൽ മിസ്റ്റേക്കിനെ സംബന്ധിച്ചൊരു എക്സാമ്പിൾ പറഞ്ഞു നമ്മൾ, കാറിൻ്റെ കാര്യം. അവിടെ നോക്കൂ, ആ ഒരു സംഭവം, ആ ഒരു കാറ് കത്തി നശിച്ചു എന്നുള്ളത് അറിയാതെയാണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അറിയാതെയാണ് അവർ കരാറിൽ ഏർപ്പെട്ടത്. അങ്ങനെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചുള്ളൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതാണിത്. ദെൻ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ഐഡൻറ്റിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിനെ സംബന്ധിച്ച് ഒരുപോലെ മനസ്സിലാക്കാതെ പോകുന്നത് മൂലം ഉണ്ടാകുന്ന മിസ്റ്റേക്സ്. ഇത് കോൺസെൻസസ് ആയിട്ടിടം ഇല്ലാത്ത ഒരവസ്ഥാവിശേഷമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ മിസ്റ്റേക്സ് റിഗാർഡിംഗ് ദ ടൈറ്റിൽ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിൻ്റെ ടൈറ്റിലിനെ സംബന്ധിച്ച്, ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുണ്ടാകുന്ന മിസ്റ്റേക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാളുടെ കയ്യിലുള്ളൊരു പ്രോപ്പർട്ടി ബിക്ക് വിൽക്കുകയാണ്. എയുടെ വിശ്വാസം തന്നെയാണ് അതിൻ്റെ ഓണർ എന്നാണ്. പക്ഷേ ബൈ ലോ പ്രകാരം ആയിരുന്നില്ല അതിൻ്റെ ഓണർ. ബിയുടെ വിശ്വാസം എന്തുതന്നെയാണ്? തന്നെയാണ് ഇതിൻ്റെ ഓണർ എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ബി അത് വാങ്ങിക്കുന്നത്. അപ്പോൾ രണ്ട് പേരും അതിൻ്റെ ടൈറ്റിലിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളൊരു ധാരണയിലാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് ഇപ്പോൾ എന്തായിരിക്കും? വോയിഡായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ദെൻ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇത് പലപ്പോഴും എന്തെങ്കിലും ഒന്ന് സെല്ല് ചെയ്യുന്നതിനും ബൈ ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഒരു കോൺട്രാക്റ്റിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിൽക്കാനോ വാങ്ങാനോ ഉദ്ദേശിച്ച ഒരു ക്വാണ്ടിറ്റി അല്ലാത്തൊരു ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണിത്. ദെൻ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ക്വാളിറ്റിയിൽ വേരിയേഷൻ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും കൂടെ ഒരു കുതിരയെ, ഹോഴ്സിനെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഹോഴ്സ് ഒരു റേസ് ഹോഴ്സ് ആണെന്നാണ് രണ്ടുപേരുടെയും വിശ്വാസം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു ഹോഴ്സ് വെറും ഒരു കാർട്ട് ഹോഴ്സ് മാത്രമായിരുന്നു. അങ്ങനെ ക്വാളിറ്റിയിൽ വരുന്ന വേരിയേഷൻസ് ആണത്. ദെൻ മിസ്റ്റേക്സ് റിഗാർഡിംഗ് ദ പ്രൈസ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന മിസ്റ്റേക്സ്. അപ്പോൾ ഇത്രയാണ് സബ്ജക്റ്റ് മാറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ മൂലം ഉണ്ടാകുന്ന ബൈലാറ്ററൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കാറ്റഗറി ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മിസ്റ്റേക്സ് റിഗാർഡിംഗ് ദ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അതായത് ഒരു കാര്യം അതിൽ ഏർപ്പെടുന്ന സമയത്ത്, ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അത് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് രണ്ട് പേരും ആ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. പക്ഷേ ആക്ച്വലി അത് നടപ്പിൽ വരുത്താൻ സാധിക്കാതെ പോകുന്നൊരവസ്ഥ.
ഇപ്പം ഇതിൽ 2 ഐറ്റം വരുന്നുണ്ട്. ഒന്ന് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി. അതായത് ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവിൻ്റെ നിലനിൽപ്പാണെന്ന് വെക്കുക. മറ്റൊരു വസ്തു അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ എഗ്രിമെൻറ്റ് നടപ്പിലാക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു സ്ഥിരമായിട്ട് നിൽക്കേണ്ട ഒരു സംഭവം തന്നെ അവിടെ നശിച്ചു പോകുക, ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെൻറ്റ് നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലുണ്ടാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും കൂടെ ഒരു 50 സ്കൂട്ടർ വെക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കരാറിൽ ഏർപ്പെടുകയാണ്. എയും ബിയും രണ്ടുപേരും സ്കൂട്ടർ ഡീലേഴ്സാണ്. അപ്പോൾ അങ്ങനെ എ ബിയോട് ഓഫർ ചെയ്യുകയാണ്, ന്യൂ മെഷീൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 50 സ്കൂട്ടർ നിങ്ങൾക്ക് ഞാൻ വിറ്റോളാമെന്ന്. ഈ പറയുന്ന സ്കൂട്ടർ ആണെങ്കിൽ റെഡി ആയിട്ടില്ല, 2 മാസത്തിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുമെന്നുള്ള ഒരു അസംഷനിലാണ് എ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. പക്ഷേ ചില ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ആ കമ്പനി വൈൻഡപ്പ് ചെയ്തു, ഡിസോൾവ് ചെയ്ത് പോയി. അപ്പോൾ ആ കമ്പനിയെ നിലനിൽക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് എക്ക് ഈ ഒരു കോൺട്രാക്റ്റ്, ഈ ഒരു എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ രണ്ടാമത് വരുന്നത് ലീഗൽ ഇമ്പോസിബിലിറ്റിയാണ്. ലീഗലി എ കോൺട്രാക്റ്റ് ഈസ് വോയിഡ് ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് സംതിങ് ഷാൾ ബി ഡൺ വിച്ച് ഇൻ ഫാക്ട് ലീഗലി ഇമ്പോസിബിൾ. നിയമപരമായിട്ട് ഒട്ടും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു കാര്യത്തിൽ ഏർപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന മിസ്റ്റേക്സാണ്. അപ്പോൾ ഇത്രയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്സിൻ്റെ കാറ്റഗറീസ് വരുന്നത്. Then the last type of mistake is unilateral mistake. This is a situation where only one party is under a mistake. It will not invalidate the agreement. ഇവിടെ ഒരു പാർട്ടിക്ക് മാത്രമാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ വേറെ എല്ലാ തലങ്ങളും ക്ലിയർ ആണെങ്കിൽ ഒരാൾക്ക് മാത്രം മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡേറ്റ് ആവില്ല, അത് വാലിഡ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഒട്ടും കെയർ ചെയ്യാതെ ഒരു കോൺട്രാക്റ്റിനെ അപ്രോച്ച് ചെയ്തു, അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അയാൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസിക്വൻസസ് അയാൾ തന്നെ അനുഭവിച്ചോളണം, അയാൾ തന്നെ അതിന് ഉത്തരവാദിയായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് വൈക്ക് കുറച്ച് റൈസ് വെക്കുകയാണ്. വൈ അത് വാങ്ങിക്കുന്നത് ഓൾഡ് റൈസാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പക്ഷേ എക്സ് കൊടുത്ത് ന്യൂ റൈസ് ആയിരുന്നു. വൈക്ക് വേണമെങ്കിൽ എന്തായിരുന്നു, അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ വൈക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് തന്നെ ആയിരിക്കും, അത് വോയിഡബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ 2 എക്സംഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മിസ്റ്റേക്ക് ആസ് ടു ദി ഐഡൻറ്റിറ്റി ഓഫ് ദി പേഴ്സൺ കോൺട്രാക്റ്റഡ് വിത്ത്. കരാറിൽ ഏർപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചാണ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അത്തരം കോൺട്രാക്റ്റ് വോയിഡ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബിയുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചു, പക്ഷേ എ പോയിട്ട് സിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ ചെയ്തത് ഈ സി എന്ന് പറയുന്ന വ്യക്തിയാണ് ബി എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്, അയാൾക്ക് ആൾ മാറിപ്പോയതാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വോയിഡ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തത് മിസ്റ്റേക്ക് ആസ് ടു ദ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ വെരി നേച്ചർ അനുസരിച്ച്, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് സംഭവിക്കുന്ന മിസ്റ്റേക്ക്, അല്ലാതെ അതിലേർപ്പെട്ടിരിക്കുന്ന ആളുടെ ഒരു അശ്രദ്ധ മൂലമോ മറ്റൊന്നും സംഭവിച്ചു പോയതല്ല. അങ്ങനെയുള്ള മിസ്റ്റേക്കാണെങ്കിലും ആ ഒരു കോൺട്രാക്റ്റ് വോയിഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതല്ലാത്ത ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരാൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് മറ്റൊരാളൊരു ഡോക്യുമെൻറ്റ് തെറ്റായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നു. ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തി ആഗ്രഹിക്കുന്ന തരത്തിൽ അത് വായിച്ച് കേൾപ്പിക്കുന്നു. അത് ശരിയാണെന്ന് കരുതി ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തി അതിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. പക്ഷേ ഇത് കണ്ണ് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കബിൾ ആവുമോ? ഇല്ല, അപ്ലിക്കബിൾ ആവില്ല. അന്നേരത്തത് വാലിഡ് കോൺട്രാക്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. എനിവേ, താങ്ക് യു ഓൾ.